കാരുണ്യവാൻ മണിമുത്ത് രക്തമേ. റസൂലുള്ളാഹിനെ ദൈവമാക്കിയിട്ടാ പറഞ്ഞ ശ്രീനാരായണൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലത്തിന്, ഈ ലോകത്തിന്, ലോകത്തിന്റെയും ഈ ലോകം മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. എന്താ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? ഈ ലോകത്തെ മാത്രമല്ലടോ, സർവ്വലോകത്തേക്കും അനുഗ്രഹമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഭൂമി ലോകത്തേക്ക് അയച്ചത്. ഞാൻ മറിക്ക് ബാലം പറയുന്നു. എന്താ പറയുന്നത്? खुदा से कम है और सबसे याद दो अहलम से अहल हमारा मोहम्मद. എന്താ പറയുന്നത്? खुदा से कम है और सबसे, അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിനേക്കാൾ കുറഞ്ഞ വ്യക്തിയാ. പക്ഷേ തോ അഹ്ലം സേ അഹ്ല ഹമാരാ മുഹമ്മദ്, അത് ഈ ലോകത്തെ ഉന്നതനാൾ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, കരുണയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ വിഷയം സംസാരിക്കാൻ കഴിയും. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരോ? ഇല്ല. 2 ദിവസം കൊണ്ട് പറഞ്ഞു തീരോ? ഇല്ല. 3 ദിവസം കൊണ്ട് പറഞ്ഞു തീരോ? ഇല്ല. ദിവസങ്ങളോടൊന്നും കാണ്ട റസൂലിനെ കുറിച്ച് പറയാനും പറഞ്ഞു തീരില്ല. ഏതൊരു വിഷയം എടുത്താലും പഠിപ്പിച്ചു തന്നത് ലോകത്തിന്റെ നേതാവാണ്. ഏതൊരു വിഷയം എടുത്താലും അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വിഷയം മനുഷ്യ നീ നരകത്തിന്റെ വിറകുകൊള്ളി. അപ്പോ ദുനിയാവില് ആദ്യം നമുക്ക് എടുക്കാം. അള്ളാഹു തആല ഇങ്ങോട്ട് വിട്ടതന്നെ എന്തിനാ? നിസ്കാരത്തിന് അല്ലേ? ദുനിയാവിലേക്ക് മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത് നിസ്കാരത്തിന് വേണ്ടി. ഇതും പറയുമ്പോഴാണ് പറയുന്നത് ഉസ്താദേ അത് മാത്രം വേണ്ടിക്കളയും, നിസ്കാരം മാത്രം വേണ്ടിക്കളയും. നിങ്ങൾക്കറിയുമോ സ്വർഗത്തിന്റെ നേതാവ്, പെണ്ണുങ്ങളുടെ നേതാവ് ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹ. എന്താ ഫാത്തിമ ഉമ്മയുടെ പേരാ? ഉമ്മയുടെ പേര് ഭർത്താവുണ്ടല്ലേ? ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹ. പറയൂ ഉച്ചത്തില്. എന്തൊരു എണ്ണ വട്ടിന് ഫാത്തിമത്തു സുഹറ